കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നെക്കിൽ പൈപ്പിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്ലെയിൻ കുർത്തിയിലും ലൈനിങ് കുർത്തിയിലും പൈപ്പിംഗ് എങ്ങനെ കൊടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഞാനിവിടെ ബയാസ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് ലൈനിൽ പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ബയാസ് ടാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തുണി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബയാസ് ടാപ്പ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത തുണിയാണിത്. ഈ കളറിലാണ് നമ്മുടെ പൈപ്പിംഗ് വരിക. അപ്പോൾ നിങ്ങളുടെ പൈപ്പിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറാണ് ബയാസ് ടാപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ബയാസ് ടാപ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണം തുണി എടുക്കുക. ഇവിടെ ഇപ്പോൾ ഡയഗണലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ബയാസ് ടാപ്പിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയഗണലായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ ക്രോസ് ആയിട്ട് തുണി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുണിയെ വലിച്ചു നീട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് കേർവിലും അതുപോലെ കോർണറിലൊക്കെ പൈപ്പിംഗ് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ബയാസ് ടാപ്പിന് വേണ്ടിയിട്ട് തുണി നമ്മൾ ഡയഗണൽ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബയാസ് ടാപ്പിന് കൊടുക്കുന്ന വീതി 1.25 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1.5 ഇഞ്ച് എടുക്കാം. സ്യൂവിങ്ങിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ 1.5 ഇഞ്ച് തന്നെ വീതി എടുക്കുന്നതായിരിക്കും നല്ലത്. തയ്ച്ച് ശീലമുള്ള ആളാണെങ്കിൽ 1.25 ഇഞ്ച് എടുത്താൽ മതിയാവും. അപ്പോൾ 1.25 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ എല്ലാം വീതി സെയിം ആയിരിക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ സ്ട്രിപ്പിനെ ഒക്കെ യോജിപ്പിച്ചിട്ട് ഒരൊറ്റ സ്ട്രിപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നെക്കിന് വേണ്ട ടോട്ടൽ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത്തിലാണ് നമ്മളിത് യോജിപ്പിക്കുന്നത്. ഈ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രിപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റും. ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തുണി വലിച്ചു നീട്ടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡയഗണലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വലിച്ചിങ്ങനെ നീട്ടാൻ പറ്റും. അപ്പം നമുക്ക് കേർവിലും അതുപോലെ കോർണറിലൊക്കെ പൈപ്പിംഗ് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഈ തുണി ഉപയോഗിച്ച് പൈപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇത് വലിയാത്ത കാരണം നമുക്ക് കേർവിലൊക്കെ പൈപ്പിംഗ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ സ്ട്രിപ്പ് യോജിപ്പിച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബയാസ് ടാപ്പ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണിയുടെ റൈറ്റ് സൈഡ് എടുക്കുക. അതുപോലെ ഈ തുണിയുടെയും റൈറ്റ് സൈഡ് എടുക്കുക. പിന്നീട് ഇതിൻ്റെ റൈറ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഒരു സൈഡിൽ വെക്കുക. പിന്നീട് ഇവിടെ നിന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്ട്രിപ്പും കൂടെ ചേർന്നിട്ട് ഒരൊറ്റ സ്ട്രിപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡ് നേരെയാണുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന പീസസിൻ്റെ സൈഡ് ഇതെങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഈ സ്ട്രിപ്പിൽ രണ്ടിൻ്റെയും സൈഡ് ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഈ തുണി എങ്ങനെ യോജിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ നല്ല വശം എടുക്കുക, ഇതിൻ്റെയും നല്ല വശം എടുക്കുക. പിന്നീട് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഈ 2 ഡയഗണൽ സൈഡും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതുപോലെ പിടിക്കുക. ഇതിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ സ്ട്രിപ്പായിട്ട് കിട്ടും. ഇനി നമുക്കിത് തയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണിയുടെ സൈഡ് ഇതുപോലെ ഡയഗണലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതുപോലെ വയ്ക്കാം. പിന്നീട് റോങ് സൈഡിലൂടെ ഞാനിപ്പോൾ വരച്ച ഈ ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ നിവർത്തി കൊടുക്കാം. ഇവിടെ എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന തുണിയുടെ സൈഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ആദ്യം ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന വിധത്തിൽ വയ്ക്കാം. പിന്നീട് ഇതിലൂടെ ഡയഗണലായിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബയാസ് ടാപ്പിന് കൊടുക്കുന്ന കളർ തന്നെ നൂലിനും കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരൊറ്റ പീസായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അധികമുള്ള ഈ തുണി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത സ്ട്രിപ്പും ഈ സ്ട്രിപ്പിനോട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ നല്ല വശം എടുക്കുക, ഇതിൻ്റെയും നല്ല വശം എടുക്കുക. അതിനുശേഷം നല്ല വശം ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മുടെ ബയാസ് ടാപ്പ് എടുക്കുക.
ഇപ്പോൾ നമ്മുടെ ബയാസ് ടാപ്പ് തയ്യാറായി. ഇനി നമ്മൾ ഈ ബയാസ് ടാപ്പ് ഉപയോഗിച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ റോങ് സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. ഇതിപ്പോൾ നമ്മുടെ ബയാസ് ടാപ്പിൻ്റെ റോങ് സൈഡാണ്. ഇനി നമ്മൾ റോങ് സൈഡിൽ ഒരു വശം മടക്കി അടിക്കാം. ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മടക്കി അടിച്ചാൽ മതി. ഇപ്പം നമ്മളെ ബയാസ് ടാപ്പ് തയ്യാറായി. ഇനി നമുക്ക് ഈ ടാപ്പ് നെക്ക് ലൈനിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ പൈപ്പിംഗ് കോഡൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾ പൈപ്പിംഗ് കോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബയാസ് ടാപ്പ് ആക്കിയിട്ട് ഇവിടെ പൈപ്പിംഗ് കോഡ് വെച്ച് അടിക്കുകയാണ് വേണ്ടത്. പൈപ്പിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത തുണി എടുക്കുക. ഞാനിവിടെ ചെറിയൊരു ടോപ്പിന് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് തുണി എടുത്താൽ മതി. പിന്നീട് ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് വഴി പൈപ്പിംഗ് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ പ്ലെയിൻ കുർത്തിക്ക് പൈപ്പിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു ഡിസൈനിലാണ് ഞാൻ പൈപ്പിംഗ് കൊടുക്കുന്നത്. ഇത് തുണിയുടെ റോങ് സൈഡും ഇത് തുണിയുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ നല്ല വശമാണ്. ഇത് ഞാനിപ്പോൾ തയ്ച്ച ബയാസ് ടാപ്പാണ്. ഇവിടെ ഈ തുണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കട്ട് ചെയ്ത നെക്ക് ലൈനിൻ്റെ അതേ ആകൃതിയിൽ ഒരു നിശ്ചിത സ്പേസ് വിട്ടിട്ട് ഇവിടെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പൈപ്പിങ്ങിൻ്റെ സ്റ്റിച്ചിങ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇവിടെ നമ്മുടെ അതേ നെക്ക് ലൈനിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനെടുത്ത ഈ ഒരു വിഡ്ത്തിലായിരിക്കും എൻ്റെ പൈപ്പിംഗ് വരിക. ബയാസ് ടാപ്പിൻ്റെ റൈറ്റ് സൈഡും നമ്മുടെ തുണിയുടെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വയ്ക്കുക. ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി വയ്ക്കുമ്പോൾ ഈ ടാപ്പ് നമ്മൾ കാണുന്ന വിധത്തിൽ വേണം വരാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇനി നമുക്ക് ബയാസ് ടാപ്പ് ഉപയോഗിച്ചിട്ട് പൈപ്പിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത പൈപ്പിങ്ങിൻ്റെ റൈറ്റ് സൈഡും തുണിയുടെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതുപോലെ വയ്ക്കുക. ഈ തുണിയിൽ നമ്മൾ ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്ന പൈപ്പിങ്ങിൻ്റെ വീതി വരുന്നത്. നമ്മുടെ ബയാസ് ടാപ്പിൻ്റെ നല്ല വശവും നമ്മുടെ തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വയ്ക്കുക. പിന്നീട് റോങ് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ബയാസ് ടാപ്പ് ഇതുപോലെ നമുക്ക് കാണുന്ന വിധത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നീട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ടാപ്പ് നമ്മൾ തുണിയുടെ പുറകിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പ് കാണുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ടാപ്പിൽ കൊള്ളണമെന്നില്ല. അപ്പോൾ ടാപ്പ് അവിടെ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. വളരെ കുറച്ച് മതി നമ്മുടെ ഈ ടാപ്പിൻ്റെ പോർഷൻ കാണുന്നത്. ഇനി നമുക്ക് ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ ഈ കേവ് വരുന്നവരെ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാം. ഈ കേവ് എത്താറാകുമ്പോൾ സ്റ്റിച്ചിങ് സ്ലോ ആക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് കേവ് പോർഷൻ എത്താറാകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് നീഡിൽ താഴ്ത്തി വെക്കുക. അതിനുശേഷം പ്രസ് ഫൂട്ട് മുകളിലാക്കുക. പിന്നീട് നമ്മുടെ ബയാസ് ടാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന വിധത്തിലാക്കുക. അതിനുശേഷം പ്രസ് ഫൂട്ട് താഴ്ത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ കോർണറിലെത്തുമ്പോഴും ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ് സ്ലോ ആക്കുക. പിന്നീട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നീഡിൽ താഴ്ത്തിയിട്ട് പ്രസ് ഫൂട്ട് മുകളിലാക്കിയിട്ട് നമ്മുടെ തുണിയും ബയാസ് ടാപ്പും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കേവും കോർണറും ഒക്കെ എത്തുമ്പോൾ സ്റ്റിച്ചിങ് ആദ്യം സ്ലോ ആക്കുക. പിന്നീട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ തുണിയും ബയാസ് ടാപ്പും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പാർട്ടാണിത്. ഇപ്പം നിങ്ങൾക്ക് എല്ലായിടെയും ഈ ബയാസ് ടാപ്പിൻ്റെ തുണി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ കാണണം. ഇങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് എന്തായാലും നമ്മുടെ ബയാസ് ടാപ്പിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് വന്ന ഈ തുണി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ശേഷമുള്ള വീതി ആയിരിക്കും നമ്മുടെ പൈപ്പിങ്ങിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിങ്ങിൻ്റെ വീതി വളരെ കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക.
തുണി ഇതുപോലെ വെട്ടിക്കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെട്ടിക്കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രമേ വെട്ടിക്കൊടുക്കാൻ പാടുള്ളൂ. അതായത് സ്റ്റിച്ചിങ്ങിന് ശേഷം മിനിമം ഇത്രയെങ്കിലും തുണി വെക്കണം, ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കോർണറിലും കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ടച്ച് ചെയ്യാതെ വേണം കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ കേർവ്ഡ് പോർഷൻ ഉണ്ടെങ്കിൽ ചെറുതായി ഒരു കട്ടിങ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ ബയാസ് സ്ട്രിപ്പിൻ്റെ കേർവിലും കോർണറിലും ഒക്കെ കട്ടിങ് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ തയ്ച്ച തുണിയുടെ റൈറ്റ് സൈഡാണിത്. ഇത് ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതിലൂടെ, ഈ സൈഡിലൂടെ, അതായത് ഈ വൈറ്റ് തുണിയിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. പൈപ്പിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്യരുത്. സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. കോർണറിലെത്തുമ്പോൾ സ്റ്റിച്ചിങ് സ്ലോ ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് നീഡിൽ താഴ്ത്തിയിട്ട് പ്രസ് ഫൂട്ട് മുകളിലാക്കിയിട്ട് തുണി ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പൈപ്പിംഗ് ആണിത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ലൈനിങ് കുർത്തിയിൽ പൈപ്പിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈനിങ് കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എടുക്കുന്ന ലൈനിങ് കോട്ടൺ തുണിയുടേതാണെങ്കിൽ തുണി കഴുകി ഉണക്കിയ ശേഷം അളവുകൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലൈനിങ് കോട്ടൺ ലൈനിങ് ഒക്കെ ആണെങ്കിൽ തുണി ചുരുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. പൈപ്പിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത തുണിയാണ് ഇത് നമ്മുടെ തുണിയുടെ ലൈനിങ് പീസാണ്. ഇതാണ് ശരിക്കുള്ള തുണി. ഞാനിവിടെ ചെറിയൊരു ടോപ്പിന് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത തുണി എടുക്കുക. പിന്നെ കുർത്തിയുടെ ശരിയായ തുണി കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ് പീസ് കട്ട് ചെയ്തതിനേക്കാളും ഒരു 1/2 ഇഞ്ചെങ്കിലും സൈഡിലൊക്കെ അധികമായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ലൈനിങ് പീസിന് കറക്റ്റായിട്ട് തുണി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുർത്തിയുടെ ശരിയായ തുണിയും ലൈനിങ് തുണിയും തമ്മിൽ യോജിപ്പിച്ച് തയ്ക്കുമ്പോൾ ചിലപ്പോൾ തുണി കുറഞ്ഞു വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ അധികമായിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ തുണി കുറഞ്ഞു വരുന്ന സ്ഥാനത്ത് ഈ അധികമായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ശരിയായ തുണി കട്ട് ചെയ്തപ്പോൾ നെക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ലൈനിങ് പീസും നമ്മുടെ കുർത്തിയുടെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ ശരിയായ തുണി യോജിപ്പിച്ച് തയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ യോജിപ്പിച്ച് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ശരിയായ തുണിയുടെ മിഡിൽ പാർട്ടിൽ നോച്ചസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിലൂടെ നമ്മൾ ആദ്യം ഒന്ന് യോജിപ്പിച്ച് തയ്ക്കുക. പിന്നീട് ഈ സൈഡിലൂടെയും യോജിപ്പിച്ച് തയ്ക്കുക. പിന്നീട് നമുക്ക് ഇവിടെ സൈഡിൽ എക്സ്ട്രാ ആയിട്ട് തുണി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതെന്തിനാണ് നമ്മളിങ്ങനെ തയ്ക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നമ്മുടെ ലൈനിങ് തുണിയും നമ്മുടെ ശരിയായ തുണിയും തമ്മിൽ തെന്നി മാറില്ല, ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് നെക്കൊക്കെ തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഈ നടുക്ക് വരുന്ന ഈ സ്റ്റിച്ച് നമുക്ക് പിന്നീട് അഴിച്ചു മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ നോച്ചസ് കൊടുത്തിട്ടുള്ള കാരണം നിങ്ങൾക്ക് അതിലൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ലൈൻ വരക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് യോജിപ്പിച്ച് തയ്ക്കാം. യോജിപ്പിച്ച് തയ്ക്കുമ്പോൾ തുണിയുടെ റോങ് സൈഡായിട്ടാണ് നമ്മുടെ ലൈനിങ് തുണി യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. യോജിപ്പിച്ച് തയ്ക്കുമ്പോൾ നമ്മുടെ തുണിക്ക് മാച്ച് ചെയ്യുന്ന നിറത്തിലുള്ള നൂലെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ നെക്ക് ബ്രോഡ് കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ യോജിപ്പിച്ച് തയ്ക്കാൻ. നമ്മളിപ്പോൾ നടുവിലൂടെ കൊടുക്കുന്ന ഈ സ്റ്റിച്ച് പിന്നീട് അഴിച്ചു മാറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മെഷീനിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റുന്ന ലെങ്ത് ഉപയോഗിച്ചിട്ട് തയ്ക്കുക. ഇനി നമുക്കിതുപോലെ സൈഡിലൂടെയും സ്റ്റിച്ചിങ് കൊടുക്കാം. സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ഈ ലൈനിങ് പീസിൻ്റെ സൈഡിലൂടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തുണി നന്നായി നിവർത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡിലൂടെ തയ്ക്കാം. നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ഈ താഴത്തെ പോർഷനിലൊന്നും സ്റ്റിച്ചിങ് കൊടുക്കണം എന്നില്ല. ഇത് നമ്മുടെ തുണിയും ലൈനിങ് പീസും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ലൈനിങ് പീസിൻ്റെ മാക്സിമം സൈഡിലൂടെ തന്നെ സ്റ്റിച്ചിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടെ അധികം വരുന്ന ഈ തുണിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ് പീസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ സൈഡിലൊക്കെ എക്സ്ട്രാ വന്നിട്ടുള്ള തുണി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ് പീസിന് കണക്കായിട്ട് തന്നെ കട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റിച്ചിങ്ങിന് കണക്കായിട്ട് കട്ട് ചെയ്യരുത്, നമ്മുടെ ലൈനിങ് പീസിന് കണക്കായിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്കിലൂടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഈ നെക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നെക്കിലൂടെ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ഈ സ്റ്റിച്ചിങ്ങിന് ശേഷം വരുന്ന ഈ തുണി ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ഇഞ്ചിൽ കുറവ് അളവെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ അളവിലായിരിക്കും നമ്മുടെ പൈപ്പിംഗ് വരിക. അപ്പോൾ നിങ്ങളിത് വളരെ കുറച്ചെടുത്താൽ മതി, 1/4 ഇഞ്ചിലും കുറച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ പൈപ്പിങ്ങിന് വേണ്ട വീതിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ലൈൻ വരക്കണം നിർബന്ധമൊന്നുമില്ല, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് സ്റ്റിച്ചിങ് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിന് ശേഷം വരുന്ന ഈ തുണി ഒരുപോലെ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഈ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, അതിന് കണക്കായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ നെക്കിന് കണക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ചിങ്ങിന് കണക്കായിട്ടല്ല. ഈ ഒരു വിഡ്ത്തിലായിരിക്കും നമ്മുടെ പൈപ്പിംഗ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പൈപ്പിങ്ങിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ച് ഇവിടുന്ന് ഊരി മാറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ബയാസ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നെക്ക് ലൈനിൽ പൈപ്പിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൈപ്പിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബയാസ് ടാപ്പിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 1.25 ഇഞ്ച് മതിയെങ്കിൽ 1.25 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്ച്ച പോലെ ബയാസ് ടാപ്പ് തയ്ക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് റോങ് സൈഡും ഇത് റൈറ്റ് സൈഡും ആണ്. ഇനി പൈപ്പിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബയാസ് ടാപ്പ് എടുക്കുക. ഇതിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല വശവും ഒരുമിച്ച് വരുന്ന വിധത്തിൽ വയ്ക്കുക. ബയാസ് സ്ട്രിപ്പ് ടോപ്പിൻ്റെ നെക്ക് പാർട്ടുമായിട്ട് യോജിപ്പിക്കുമ്പോൾ നമ്മൾ ബയാസ് സ്ട്രിപ്പിൻ്റെ റോങ് സൈഡിൽ മടക്കി അടിക്കാത്ത സൈഡ് വേണം ടോപ്പിൻ്റെ നെക്ക് പാർട്ടുമായിട്ട് യോജിപ്പിക്കാൻ. ഇനി നമ്മൾ ഈ സ്റ്റിച്ചിങ് കൊടുത്ത ഈ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബയാസ് ടാപ്പിൻ്റെ തുണി കാണുന്ന വിധത്തിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ കുറച്ച് കാണുന്ന വിധത്തിൽ മാത്രം വെച്ചാൽ മതി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ബയാസ് ടാപ്പിൻ്റെ അധികം വരുന്ന തുണി കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അധികം കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് ഈ കർവ് വരുന്ന ഭാഗത്ത് ചെറിയ കട്ടിങ് കൊടുക്കാം. നമ്മുടെ ബയാസ് ടാപ്പ് ഈ റോങ് സൈഡിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ ബയാസ് സ്ട്രിപ്പിൻ്റെ കർവിലും കോർണറിലും ഒക്കെ കട്ടിങ് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ടോപ്പിൻ്റെ ലൈനിങ്ങിലും അതുപോലെ ശരിക്കുള്ള തുണിയിലും കട്ടിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ബയാസ് ടാപ്പിന് ഇതുപോലെ പുറകിലോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുണിയിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ, പൈപ്പിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്യരുത്. നമ്മളിപ്പോൾ തയ്ച്ച പൈപ്പിംഗ് ആണിത്. പിന്നീട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും. പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നടുവിലത്തെ ഈ സ്റ്റിച്ച് അഴിച്ചു മാറ്റാം. ഇത്രയായാലും നമ്മുടെ നെക്ക് ഡിസൈൻ പൂർത്തിയായി. പിന്നീട് ബാക്ക് പാർട്ടുമായിട്ട് യോജിപ്പിക്കുക. ഈ വീഡിയോയിൽ കൂടി പൈപ്പിംഗ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഷമൂസ് ഫാഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.